എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ബിരിയാണി, പ്രത്യേകിച്ച് അമ്മേൻ്റെ ബിരിയാണി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, നാട്ടിൽ വെച്ച് അമ്മ തന്നെ ഉണ്ടാക്കിയ ബിരിയാണി ആയത്. അപ്പോൾ ഇത് പാർട്ടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കവിടെ സ്റ്റാർ ആവാം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഉപയോഗിച്ച അരി അഷ്റഫ് അരി, അതായത് നമ്മൾ ജീരകശാല അരി. പിന്നെ ഇത് ബസ്മതി അരിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ ജീരകശാല അരി തന്നെ എല്ലാവരും ഉപയോഗിക്കുക. 1 കിലോ അരിൻ്റെ അളവിലാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1.5 കിലോ ചിക്കൻ എടുത്തു. അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനിട്ട് പുരട്ടി വെച്ചു. ഇതിലേക്ക് ആവശ്യമുള്ളത് 3 മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി, 6 മീഡിയം സൈസ് ഇഞ്ചി, 10-12 പച്ചമുളക്, 5 തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 8 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ബിരിയാണി മസാല, നെയ്യ് വേണം, പിന്നെ മല്ലിയില. ഉരുളിയിലാണ് ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി വഴറ്റിയെടുക്കുക. ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മസാലയിലാണ്. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. അടി കരിയാണ്ട് നോക്കണം. അപ്പോൾ ചെറു തീയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ ഉള്ളി വഴറ്റിയെടുക്കൽ കുറച്ച് പാടുള്ള പണിയാണ്. പക്ഷേ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കുക തന്നെ വേണം. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുക. വെളുത്തുള്ളി ചേർത്തു. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. വെളുത്തുള്ളി അങ്ങനെ വഴറ്റിയെടുക്കുക. ഒരു 5-10 മിനിറ്റ് വെളുത്തുള്ളി വഴറ്റിയെടുക്കണം. അപ്പോഴേ ഈ പച്ചമണം മാറുള്ളൂ. അതിനുശേഷം പച്ചമുളക് ഇടുക. അതും ഇങ്ങനെ വഴറ്റിയെടുക്കുക. 5-10 മിനിറ്റ് വരെ വഴറ്റിയെടുക്കുക. അടുത്തത് ഇതുപോലെ ഇഞ്ചി ചേർത്ത് വഴറ്റിയെടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഒന്നിച്ചിട്ട് വഴറ്റിയെടുത്താൽ പോരെയെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കുക തന്നെ വേണം. അടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല വഴന്ന് നല്ല പേസ്റ്റ് രൂപത്തിലാവും, അത്ര വരെ വഴറ്റിയെടുക്കുക. ഈ മസാലയിൽ ഉപ്പിടുന്ന കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടുക. ഓൾറെഡി ചിക്കനിലും ചോറുണ്ടാക്കുന്നതിലും നമ്മൾ ഉപ്പിടും. ഇനി ഈ തക്കാളി വഴന്ന് കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ മസാല എല്ലാ ചിക്കനിലും പിടിക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് നമ്മളിത് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കും. അപ്പോൾ ചിക്കനിലെ വെള്ളം വന്ന് അതിൽ തന്നെ വെന്ത് കിട്ടും.
ഈ ചിക്കൻ വെന്ത് കിട്ടാൻ ഒരു 15-20 മിനിറ്റ് വരെ വേണ്ടി വരും. അപ്പോൾ ചെറുതീയിൽ വഴറ്റിയെടുക്കുക. ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് കിട്ടുമ്പോൾ നമ്മളതിലേക്ക് ബിരിയാണി മസാലയും കുറച്ച് മല്ലിയിലയും ചേർത്തൊന്ന് വഴറ്റുക. അങ്ങനെ ചിക്കൻ കുക്കാവുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിന് 1 ഗ്ലാസിൻ്റെ അളവിന് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് വെക്കുക. ഇത് 1 കിലോൻ്റെ അരിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക. ഇതിന് തൊട്ട് മുൻപായിട്ട് ഈ അരി നന്നായിട്ട് വറുത്തെടുക്കണം. നെയ്യ് ഒഴിച്ച് നന്നായി വറുത്തെടുക്കുക. അരി ഇങ്ങനെ പൊട്ടുന്ന ഒച്ച കേൾക്കും, അതുവരെ നമ്മൾ വറുത്തെടുക്കുക. അതിനുശേഷമാണ് ഈ തിളച്ച വെള്ളം ഒഴിക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അരി വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് കുക്കായിട്ടുണ്ടാവും. അടുത്തത് ഈ ചോറും മസാലയൊക്കെ ലെയറായിട്ട് ഇടണം. അതിനൊരു പാത്രത്തിൽ ഫസ്റ്റ് ചോറിടുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ടതിന് ശേഷം അതിൽ ബിരിയാണി മസാലയും മല്ലിയിലയും പിന്നെ വറുത്ത് വെച്ച ഉള്ളിയും കൂടിയിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ ബാക്കിയുള്ളതും അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ദമ്മിടുക. അതിന് ഒരു അടികട്ടിയുള്ള പാത്രം വെച്ച് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച ബിരിയാണി അതിലേക്ക് വെക്കുക. ഒരു 15 മിനിറ്റ് ചൂട് കയറ്റുക. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 8 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.